Hello dear students, welcome to Math Root. നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത് അനാലിറ്റിക് ഫംഗ്ഷൻസിന്റെ സീറോസും അതിനെക്കുറിച്ചുള്ള ചില കൺസെപ്റ്റുകളുമാണ്. ഓക്കെ, ഡെഫിനിഷൻ ആണ് സീറോസ് ഓഫ് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ. ഇഫ് എഫ് ഫ്രം ജി ടു സി ഈസ് അനാലിറ്റിക് ആൻഡ് എ ഇൻ ജി സാറ്റിസ്ഫൈസ് എഫ് ഓഫ് എ ഈക്വൽ ടു 0, then a is a zero of multiplicity m greater than or equal to 1. If there is an analytic function g from g to c such that f of z is equal to z minus a all raised to m into g of z, where g of a non-zero. അതായത് ജിന്ന് സിയിലേക്കുള്ള ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ആണ് എഫ്. ഓക്കെ, ഈ ജിയിലുള്ള ഒരു പോയിന്റ് ആണെന്ത് എ. ഓക്കെ, ഇനി എഫ് ഓഫ് എ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് എന്ത് എ. ഓക്കെ, ജിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷനാണ് എഫ്. എ ഉള്ള ഒരു പോയിന്റ് ജി, എ എന്നുള്ള ഒരു പോയിന്റ് ജിയിലുണ്ട്. എഫ് ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഈ എ എന്നുള്ള പോയിന്റിന് എഫിന്റെ 0 എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? കൂടെ ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. എ എന്നുള്ളത് എഫിന്റെ ഒരു 0 ആണ് വിത്ത് മൾട്ടിപ്ലിസിറ്റി എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അങ്ങനെ എഫിന്റെ ഒരു 0 ആണ് എ എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? മറ്റൊരു അനാലിറ്റിക് ഫംഗ്ഷൻ ഈ ജിന്ന് സിയിലേക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അതെന്താണ്? ജി ആയിരിക്കണം. അത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം? എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സെറ്റ് മൈനസ് എ ഓൾ റൈസ്ഡ് ടു എം ഇൻടു ജി ഓഫ് സെറ്റ് എന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ എ എന്നുള്ള പോയിന്റിൽ ജി എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം. ദാറ്റ് മീൻസ് ജി ഓഫ് സെറ്റ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് എ ഹോൾ റൈസ്ഡ് ടു എം എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജിന്ന് സിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ജി എന്ത് ചെയ്യണം? എക്സിസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? എഫിന്റെ ഒരു 0 ആണ് എ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ അതിന്റെ മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും? ഇവിടുത്തെ എം എന്താണോ അതായിരിക്കും എന്ത്? ആ 0ന്റെ മൾട്ടിപ്ലിസിറ്റി. ഓക്കെ, നമുക്ക് 1-2 എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ, എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു z സ്ക്വയർ മൈനസ് 3z പ്ലസ് 2. ഓക്കെ, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇതിനെ z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2 എന്ന് എഴുതാം. ഓക്കെ, അതായത് 1ഉം 2 എന്താണ്? ഈക്വേഷൻ്റെ 2 റൂട്ട്സ് ആണ്. സോ എഫ് ഓഫ് സെറ്റിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2. സോ നമ്മൾ സെറ്റിന് 1 കൊടുത്ത് എന്തായിരിക്കും? എഫ് ഓഫ് 1 ഈക്വൽ ടു 1 മൈനസ് 1, 0 ഇൻറ്റു ദിസ് എന്ന് വരും. അപ്പോൾ എന്തായിരിക്കും കിട്ടുക? എഫ് ഓഫ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, എഫ് ഓഫ് 1 0 ആണ്. അതേപോലെ എഫ് ഓഫ് 2 കൊടുക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? എഫ് ഓഫ് 2 ഈക്വൽ ടു സംതിങ് ഇൻറ്റു 2 മൈനസ് 2. അപ്പോൾ എന്താ കിട്ടുന്നത്? 0 ആണ്. സോ എഫ് ഓഫ് 1ഉം 0 ആണ്, എഫ് ഓഫ് 2ഉം 0 ആണ്. ഇതിന്റെ മീനിങ് എന്താ? 1 ആൻഡ് 2 ആർ zeros of f of z. f of z ന്റെ zeros ഏതൊക്കെയാണ്? 1ഉം 2 ആണ് f of z ന്റെ zeros. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇനി f of z equal to z minus I whole square into e raised to z. നമ്മൾ പറഞ്ഞു f of z ന്റെ ഒരു 0 ആണ് a എന്ന് പറയണമെങ്കിൽ ഓക്കെ, f of z നെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റണം? f of z is equal to some z minus a all raised to m into ജി ഓഫ് സെറ്റ് എന്നുള്ള രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ജി ഓഫ് സെറ്റ് ഉണ്ടായിരിക്കണം. ഇത് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ എ എന്താണ്? ഐ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? എഫിന്റെ ഫംഗ്ഷന്റെ 0 എന്താണ്? 0 എന്നുള്ളത് ഒരു ഐ ആണ്. ഓക്കെ, നമ്മൾ എഫ് ഓഫ് ഇവിടെ ഐ കൊടുത്താൽ എന്താ കിട്ടുക? എഫ് ഓഫ് ഐ ഈക്വൽ ടു ഐ മൈനസ് ഐ, 0 വരും. 0 ഇൻറ്റു ഇ റേസ് ടു സംതിങ് എന്ന് പറയുമ്പോൾ 0. സോ എഫ് ഓഫ് ഐ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 0 വരും. ഇംപ്ലൈസ് ഐ എന്താണ്? ഈ പോയിന്റ് എന്താണ്? എഫിന്റെ ഒരു 0 ആണ്. അതേപോലെ ഒരു കണ്ടീഷൻ കൂടെ അവിടെ പറഞ്ഞിരുന്നു, ജി ഓഫ് എ നോൺ 0 ആയിരിക്കണം. ഓക്കെ, നമ്മൾ ജി ഓഫ് ഐ എന്ന് കൊടുത്തു നോക്കുക. ജി ഓഫ് എ മീൻസ് ജി ഓഫ് ഐ. ജി ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ജി എന്താണ്? ജി ഓഫ് സെറ്റ് ഇ റേസ് ടു സെറ്റ് ആണ്. ഇ റേസ് ടു ഐ എന്താണ്? നോൺ 0 ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ എന്റെ ഓർഡർ എത്രയാണ്? എ മീൻസ് ഐ, അതായത് 0ന്റെ ഓർഡർ എത്രയാണ്? 0ന്റെ ഓർഡർ എന്താണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ ഐ ഈക്വൽ ടു ഐ ഇസ് എ 0 ഓഫ് എഫ് ഓഫ് സെറ്റ് ഓഫ് ഓർഡർ എന്തായിരിക്കും? ഓർഡർ 2. ഓക്കെ, ഐ എന്നുള്ളത് എന്താണ്? എഫ് ഓഫ് സെറ്റിന്റെ ഒരു 0 ആണ്.
എന്താണ് ഓർഡർ 2 ആണ്. ഓക്കെ, ഓർഡർ മീൻസ് ഇതിൻ്റെ മൾട്ടിപ്ലിസിറ്റി ആണ്. ഓക്കെ, 2. ഓക്കെ, ഡെഫിനിഷൻ: an entire function is a function which is defined and analytic in the whole complex plane C. നമ്മൾ എൻറ്റയർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് ഇത്രയേ ഉള്ളൂ, എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ ഡിഫൈൻഡ് ആവണം, അതേപോലെ അനാലിറ്റിക്കും ആയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ പറയുന്ന പേരാണെന്ത്? എൻറ്റയർ ഫംഗ്ഷൻ. നമ്മൾ സാധാരണ എൻറ്റയർ ഫംഗ്ഷൻ അനാലിറ്റിക് ഫംഗ്ഷൻ മീൻ ചെയ്യുന്നത് എന്താണ്? ഒരു പോയിന്റ് എടുത്ത് അതിൻ്റെ നൈബർഹുഡിൽ അനാലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? അനാലിറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പോയിന്റ് എടുക്കുന്നു, അതിൻ്റെ നൈബർഹുഡിലും ഈ പോയിന്റിലും ഇതിൻ്റെ നൈബർഹുഡിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ സാധാരണ പറയുന്ന പേരാണെന്ത്? അനാലിറ്റിക് ഫംഗ്ഷൻ. ഇതിങ്ങനെ ഒരു നൈബർഹുഡ് എടുക്കാതെ മീൻസ് ഏതൊരു പോയിന്റ് എടുത്താലും എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിലെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ ഒക്കെ എന്തായിരിക്കണം? ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണ് ഡിഫൈൻഡും ആണ്. ദാറ്റ് മീൻസ് എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ തന്നെ എന്താണ്? അനാലിറ്റിക് ആണ്. അത്തരത്തിലുള്ള ഫംഗ്ഷൻ നമ്മൾ പറയുന്ന പേരാണെന്ത്? എൻറ്റയർ ഫംഗ്ഷൻ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെറ്റ്. ഇത് എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിലെ എന്താണ്? ഡിഫൈൻഡ് ആണ്, അനാലിറ്റിക്കും ആണ്, ഇ റേസ് ടു സെറ്റ്. ഓക്കെ, സോ ഇതെന്താണ്? ഒരു എൻറ്റയർ ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഒരു പ്രൊപ്പോസിഷൻ: ഇഫ് എഫ് ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ then f has a power series expansion f of z equal to summation n from 0 to infinity n into z raised to n with infinite radius of convergence. Okay, f എന്താണ്? ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എഫിനെ നമുക്ക് ഈ രീതിയിൽ ഒരു പവർ സീരീസിൻ്റെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൊപ്പോസിഷൻ പറയുന്നതാണ് എഫ് ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആണെങ്കിൽ എഫിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിൽ ഒരു പവർ സീരീസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എഫ് ഓഫ് സെറ്റ് ഇക്വൽ ടു സെഡ് സ്ക്വയർ എഫ് ഓഫ് സെറ്റ് ഇക്വൽ ടു ഇ റേസ് ടു സെറ്റ് എന്താണ്? ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, എഫ് ഓഫ് സെറ്റ് ഇക്വൽ ടു ഇ റേസ് ടു സെറ്റ് എന്താണ്? എൻറ്റയർ ഫംഗ്ഷൻ ആണ്. സോ എൻറ്റയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം സീരീസ് രൂപത്തിൽ. നമുക്കറിയാം ഇ റേസ് ടു സെറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 പ്ലസ് z plus z square by 2 factorial plus z cube by 3 factorial plus etc. എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്? സമ്മേഷൻ n from 0 to infinity എന്താണ് വരുന്നത്? ഇവിടെ a എന്നുള്ളത് എന്താണ്? 1 by n factorial ആണ്. 1 by n factorial into എന്താണ്? z raised to n. ഓക്കെ, സോ z raised to n by n factorial എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ raised to z നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താണ്? n എന്താണ്? 1 by n factorial ആണ്. ഇവിടെ z raised to n അതേപോലെ കീപ്പ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു പോളിനോമിയൽ ഉണ്ട് p of z equal to z raised to n plus an minus 1 into z raised to n minus 1 plus etc. plus n naught. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി p ഓഫ് z എന്തായിരിക്കും? ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ്. നമ്മൾ എന്ത് ചെയ്യുക? z raised to n നെ കോമൺ ആയിട്ട് ഔട്ട് ചെയ്താൽ എന്തായിരിക്കും? z raised to n into 1 plus n minus 1 into z raised to minus 1 plus etc. That means എന്താണ്? ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി z raised to n into 1 plus n minus 1 divided by z plus n minus 2 divided by z square plus etc. plus a naught divided by z raised to n ആണ്. ഓക്കെ, സോ ലിമിറ്റ് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, സോ ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി p ഓഫ് z എന്തായിരിക്കും? പോളിനോമിയൽ ആണെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം, ലയവലിസ് തിയറം. ഓക്കെ, സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എഫ് ഈസ് എ ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ ദെൻ എഫ് ഈസ് കോൺസ്റ്റന്റ്. ഒരു ഫംഗ്ഷൻ എന്താണ്? അതൊരു എൻറ്റയർ ഫംഗ്ഷൻ ആണ്. ദാറ്റ് മീൻസ് എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ അനാലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അതേപോലെ അത് ബൗണ്ടഡും ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അത് ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, പ്രൂഫ് ഇതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് അസ്യൂം ചെയ്യുക. ദാറ്റ് മീൻസ് മോഡ് എഫ് ഓഫ് സെറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ഫോർ ഓൾ സെറ്റ് ഇൻ സി. ഓക്കെ, ഏത് കോംപ്ലക്സ് നമ്പർ z നമ്മൾ സി എന്ന് ചൂസ് ചെയ്താലും മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം പോസിറ്റീവ് നമ്പർ m ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് എഫ് എന്താണ്? ബൗണ്ടഡ് ആണ്. അതേപോലെ എൻറ്റയർ ആണെന്നും കൂടെ അസ്യൂം ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലെയിം എന്താണ്? എഫ് ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പ്രൂവ് ചെയ്യണം.
ഇനി ഇത് പ്രൂവ് നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? ടു പ്രൂവ് ദിസ് it is enough to show that f dash of z equal to 0 for all z in C. f കോൺസ്റ്റന്റ് ആണെന്ന് പകരം നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? എഫിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. ഓക്കെ, സിയിലെ ഏത് പോയിന്റിലും എഫിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. Since f is analytic in any disk BZR, by using Cauchy's estimate, mod f dash of z is less than or equal to m by r. നമുക്കറിയാം എഫ് എൻറ്റയർ ഫംഗ്ഷൻ ആണല്ലോ. ദാറ്റ് മീൻസ് കോംപ്ലക്സ് സ്പേസിലെ ഏത് പോയിന്റിലും എന്താണ്? അനാലിറ്റിക് ആണ്. പോയിന്റ് മീൻസ് അതിൻ്റെ പോയിന്റിന്റെ നൈബർഹുഡ് എടുത്താലും എന്തായിരിക്കും? അത് അനാലിറ്റിക് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇത്തരത്തിലുള്ള ഏത് ഡിസ്ക്, ഒരു സെറ്റ് സെൻറ്ററായിട്ട് പോസിറ്റീവ് ആർ റേഡിയസ് ഉള്ള ഏത് ഓപ്പൺ ഡിസ്ക് നമ്മൾ ചൂസ് ചെയ്താലും അതിലൊക്കെ എന്താണ്? ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കോഷീസ് എസ്റ്റിമേറ്റ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ യൂസ് ചെയ്യാം. എന്ത്? Cauchy's integral formula for higher derivatives. അത് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് ഫൈൻഡ് ചെയ്തിരുന്നു. എങ്ങനെ? എന്തായിരുന്നു എസ്റ്റിമേറ്റ്? മോഡ് എഫ് റൈസ് ടു എൻ ഓഫ് എ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം ബൈ ആർ റൈസ് ടു എൻ എന്ന് നമ്മളൊരു എസ്റ്റിമേറ്റ് ഫൈൻഡ് ചെയ്തിരുന്നു. ഓക്കെ, സോ അവിടെ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, എഫ് ഡാഷ് ആണ് കണ്ടത്. സോ എന്നിന് എന്ത് ചെയ്യും? 1 കൊടുക്കുക. സോ മോഡ് എഫ് ഡാഷ് ഓഫ് എ ലെസ് ദാൻ ഓർ ഇക്വൽ ടു 1 ഫാക്ടോറിയൽ ഇൻറ്റു എം ബൈ ആർ റൈസ് ടു 1. അത് മീൻസ് എന്താണ്? മോഡ് എഫ് ഡാഷ് ഓഫ് എ ലെസ് ദാൻ ഓർ ഇക്വൽ ടു എം ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ, സിൻസ് ആർ വാസ് ആർബിട്രറി ഇറ്റ് ഫോളോസ് ദാറ്റ് മോഡ് എഫ് ഡാഷ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ സെറ്റ് ഇൻ സി. ഇനി നമ്മുടെ ആർ എന്താണ്? ഈ ഡിസ്ക് BZRന്റെ റേഡിയസ് എന്താണ്? ആർബിട്രറി ആണ്. കാരണം എന്താ? എൻറ്റയർ ഫംഗ്ഷൻ ആണ്. സോ റേഡിയസ് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കിന്റെ റേഡിയസ് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം? വലുതാക്കാം. ഓക്കെ, എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യിക്കാം. സോ ഈ ഡിസ്കിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ക്വാണ്ടിറ്റി വളരെ ചെറുതായിട്ട് വരും. ഓക്കെ, ആർ ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാം. സോ എന്ത് ചെയ്യും? മോഡ് എഫ് ഡാഷ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, മോഡ് എഫ് ഡാഷ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു 0 ഫോർ ഓൾ സെറ്റ് ഇൻ സി ആണ്. എഫ് ഡാഷ് ഓഫ് സെറ്റ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എഫ് ഓഫ് സെറ്റ് എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. നമുക്ക് പല തിയറംസിൻ്റെയും പല ക്വസ്റ്റ്യൻസിൻ്റെയും കാര്യത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു റിസൾട്ടാണിത്. ഓക്കെ, നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര. ഇതും സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഷോർട്ടസ്റ്റ് കാറ്റഗറിയിൽ. ഓക്കെ, ഇഫ് പി ഓഫ് സെറ്റ് ഈസ് എ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ദെൻ ദർ ഈസ് എ കോംപ്ലക്സ് നമ്പർ എ വിത്ത് പി ഓഫ് എ ഈക്വൽ ടു 0. പി ഓഫ് സെറ്റ് എന്താണ്? ഒരു നോൺ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പോളിനോമിയലാണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എ, അതായത് ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് പറഞ്ഞത്രയാണ്, ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയലിന് ഒരു റൂട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഫണ്ടമെന്റൽ തിയറത്തിന്റെ ഐഡിയ. നമുക്ക് ഇതിന്റെ പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. പ്രൂഫിന്റെ ഐഡിയ വരുന്നത് ലയവലീസ് തിയറം യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, പ്രൂഫ് സപ്പോസ് പി ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ സെറ്റ് ആൻഡ് ലെറ്റ് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു 1 by p of z, then f is an entire function. p of z എന്താണ്? നോൺ സീറോ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഏത് സെറ്റിനും p of z എന്താണ്? നോൺ സീറോ ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ 1 by p of z ആയിട്ട് ആരെ ചൂസ് ചെയ്യാം? ജസ്റ്റ് ഒരു f of z എന്നുള്ള ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, 1 by p of z equal f of z. ഇനി p of z നോൺ സീറോ ആണല്ലോ. സോ ഈ ഫംഗ്ഷൻ f of z എന്തായിരിക്കും? ഡിഫൈൻഡ് ആയിരിക്കും. അതേപോലെ എന്തായിരിക്കും? എൻറ്റയർ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, if p is not constant then limit z tends to infinity p of z equal to infinity. p എന്താണ്? നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പോളിനോമിയൽ നമ്മൾ റിമാർക്ക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ലിമിറ്റ് z tends to infinity p of z എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, പോളിനോമിയൽ ലിമിറ്റ് z tends to infinity അപ്പോൾ നമുക്ക് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, സോ ലിമിറ്റ് z tends to infinity p of z ഇൻഫിനിറ്റി ആണെങ്കിൽ ലിമിറ്റ് z tends to infinity 1 by f p of z എന്തായിരിക്കും? ലിമിറ്റ് z tends to infinity 1 by p of z എന്താണ്? f of z. സോ ഇവിടെ ഇൻഫിനിറ്റി ആണ്. സോ 1 by p of z എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് z tends to infinity f of z എന്താണ്? 0 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഐഡിയ എന്താ? ഇൻ പെർട്ടിക്കുലർ ദർ ഈസ് എ നമ്പർ r greater than 0 such that mod f of z is less than 1 if mod z is greater than r. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോഷീസ് എസ്റ്റിമേറ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാം. മോഡ് എഫ് റൈസ് എൻ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം ബൈ ആർ റൈസ് ടു എൻ. ഓക്കെ,
അവിടെ നമുക്ക് എന്ത് ചെയ്യാം, n-ന് 0 അപ്ലൈ ചെയ്യാം. 0th ഡെറിവേറ്റീവ് മീൻസ് ഫംഗ്ഷൻ. സോ മോഡ് എഫ് ഓഫ് സെറ്റ് ഈസ് ലെസ് ദാൻ 0 ഫാക്ടോറിയൽ ഇൻറ്റു എം ബൈ r⁻0 എന്ന് പറയുമ്പോൾ 1. സോ അവിടെ m-ന് ജസ്റ്റ് ഒരു 1 ആയിട്ട് എടുക്കാം. സോ മോഡ് എഫ് ഓഫ് സെറ്റ് ഈസ് ലെസ് ദാൻ 1 ഇഫ് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ r എന്ന് പറയാം. ഓക്കെ, ബട്ട് f ഈസ് കണ്ടിന്യൂസ് ഓൺ b bar of 0r. സോ ദർ ഈസ് എ കോൺസ്റ്റന്റ് m സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് സെറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു m ഫോർ മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു r. നമുക്കറിയാം 0r 0 സെൻറ്റർ ആയിട്ട് r റേഡിയസിൽ ക്ലോസ്ഡ് ബോർഡിൽ എന്തായിരിക്കും ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു കോൺസ്റ്റന്റ് m എക്സിസ്റ്റ് ചെയ്യും. മോഡ് എഫ് ഓഫ് സെറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു m ഫോർ മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു r. ഓക്കെ, ഇവിടെ എന്തായിരുന്നു, മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ r മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ 1 ആയിരുന്നു. ഇനി മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു r ആണെങ്കിൽ മോഡ് എഫ് ഓഫ് സെറ്റ് എന്താണ്, ലെസ് ദാൻ ഓർ ഇക്വൽ ടു m ആണ്. ദാറ്റ് മീൻസ് നമ്മൾ പറയുന്നത് എത്രയാണ്, മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ ആറിലും മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു ആറിലും രണ്ട് കേസിലും എന്താണ്, ഫംഗ്ഷൻ എന്താണ്, ബൗണ്ടഡ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് പറയാൻ പറ്റും. ഈ രണ്ട് കേസിലും മോഡ് സെറ്റ് ലെസ് ദാൻ ആർ ആവുന്ന കേസിലും മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ ആർ ആവുന്ന കേസിലും മോഡ് സെറ്റ് ലെസ് ദാൻ ആർ ഇക്വൽ ടു ആർ ആവുന്ന കേസിലും ഫംഗ്ഷൻ എന്താണ്, ബൗണ്ടഡ് ആണ്. ഓക്കെ, സോ ഫംഗ്ഷൻ ഈസ് ബൗണ്ടഡ്. അതേപോലെ നമ്മൾ എന്ത് അസ്യൂം ചെയ്തിട്ടുണ്ട്, ഫംഗ്ഷൻ എൻഡയർ ആണ്. ഓക്കെ, അസ്യൂം അല്ല, 1/p ഓഫ് സെറ്റ് ഡിഫൈൻഡ് ആണ്. അതേപോലെ എന്താണ്, p ഓഫ് സെറ്റ് നോൺ സീറോ ആണെങ്കിൽ f ഓഫ് സെറ്റ് എന്തായിരിക്കും, എൻഡയർ ആയിരിക്കും. സോ f ഓഫ് സെറ്റ് ബൗണ്ടഡ് ആണ്, എൻഡയർ ആണ്. സോ ലയവലീസ് തിയറം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ബൗണ്ടഡ് എൻഡയർ ഫംഗ്ഷൻ എന്തായിട്ട് റെഡ്യൂസ് ചെയ്യും, കോൺസ്റ്റന്റ് ആയിട്ട് മാറും. സോ f ഈസ് എ കോൺസ്റ്റന്റ് ബൈ ലയവലീസ് തിയറം. സോ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ നമ്മുടെ പ്രൂഫായോ നോക്കാം. p ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ 0 ഫോർ ഓൾ സെറ്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് എന്താ കിട്ടിയത്, f ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ് കിട്ടിയത്. ഇവിടെ എന്താ നമ്മൾ അസ്യൂം ചെയ്തത്, p ഓഫ് സെറ്റ് ഈസ് എ നോൺ കോൺസ്റ്റന്റ് എന്നാണ്. സോ നമ്മൾ കോൺട്രഡിക്ഷൻ വന്നു. f എന്താണ്, കോൺസ്റ്റന്റ് ആയ എന്തായി, f കോൺസ്റ്റന്റ് ആയ എന്തായി, 1/p ഓഫ് സെറ്റ് കോൺസ്റ്റന്റ് ആയി. ദാറ്റ് മീൻസ് p ഓഫ് സെറ്റ് കോൺസ്റ്റന്റ് ആയി. ഇവിടെ p ഓഫ് p എന്തല്ല, കോൺസ്റ്റന്റ് അല്ല നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ നമ്മൾക്ക് എവിടെ മിസ്റ്റേക്ക് വന്നു, ഇവിടെ p ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത് ഇവിടെ തെറ്റി. അപ്പോൾ എന്തായിരിക്കും, p ഓഫ് സെറ്റ് ഈക്വൽ ടു 0 ആവുന്ന ഒരു സെറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അത് a ആയിട്ട് ചൂസ് ചെയ്യാം. സോ p ഓഫ് i ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഫോർ സം a. ഓക്കെ, ഇതാണ് പ്രൂഫ് ഉള്ളത്.